നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മെയ്യിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ആരാണ് ഭരണസാരഥ്യത്തിലേക്ക് എത്തുക? പിണറായി വിജയൻ തുടരുമോ അതോ UDF തിരിച്ചു വരുമോ? നിലവിൽ ചിത്രം UDFന് അനുകൂലമെന്നാണ് NDTV വോട്ട് വൈബ് ഇന്ത്യ കേരള ട്രാക്കർ സർവേ ഫലം പ്രവചിക്കുന്നത്. 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് സർവേ പറയുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരം തിരിച്ചുപിടിക്കാനുള്ള സാധ്യതകളാണ് സർവേ മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ പകുതിയിലധികം ജനങ്ങളും അതൃപ്തരാണെന്നാണ് സർവേയിലെ പ്രധാന കണ്ടെത്തൽ. ഏകദേശം 52% പേർ സർക്കാരിൻ്റെ പ്രകടനം വളരെ മോശമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 23.8% പേർ മാത്രമാണ് നിലവിലെ സർക്കാരിനെ പിന്തുണച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വ്യക്തിപരമായ ജനപ്രീതിയിലും ഇടിവുണ്ടായതായി സർവേ വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ആരെ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. 22.4% ആളുകൾ സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് പറയുന്നു. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 18% പിന്തുണയോടെ രണ്ടാമതും, CPIM നേതാവ് KK ശൈലജ 16.9% പിന്തുണയോടെ തൊട്ടു പിന്നാലെയുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് 14.7%, ശശി തരൂരിന് 9.8% പിന്തുണ ലഭിച്ചത്. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്നാണ് ഇക്കുറി പ്രവചനം. UDFന് 32.7%, LDFന് 29.3% വോട്ട് സർവേ പ്രകാരം പ്രവചിക്കുന്നുണ്ട്. NDAക്ക് 19.8% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ 42% വോട്ടർമാരും ഒരു പ്രധാന ആശങ്കയായി കാണുന്നുണ്ടെന്നാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയായി സർവേ UDFന് മുന്നിൽ ഉയർത്തി കാണിക്കുന്നത്. 15% വോട്ടർമാർ ഇപ്പോഴും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. 2026 തെരഞ്ഞെടുപ്പിൽ LDF മൂന്നാം ഊഴത്തിനായി ശ്രമിക്കുമ്പോൾ UDF നേതാക്കളായ VD സതീശൻ, ശശി തരൂർ, KC വേണുഗോപാൽ എന്നിവർക്ക് ലഭിക്കുന്ന ഉയർന്ന ജനപിന്തുണ കോൺഗ്രസ് ക്യാമ്പിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നിശ്ചിത സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചാണ് സർവേകളെല്ലാം നടത്തുന്നത്. സാമ്പിളുകൾക്കപ്പുറം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്ന് അപ്പോഴും അവ്യക്തമാണ്. അതായത് ഇങ്ങനെയുള്ള സർവേകൾ എത്രത്തോളം ജനഹിതം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അറിയാൻ അന്തിമ ഫലം വരെ കാത്തിരിക്കണമെന്ന് സാരം. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ദേശീയ വാർത്ത വരുന്നത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ്. ഉദയനിധി സ്റ്റാലിൻ സനാതന ധർമ്മത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ വിദ്വേഷ പ്രസംഗമാണെന്ന് മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റേതാണ് നിരീക്ഷണം. ഉദയനിധിയുടെ പ്രസംഗം രാജ്യത്തെ 80% ജനങ്ങളെ വംശഹത്യ ചെയ്യാനുള്ള ആഹ്വാനമെന്ന രീതിയിൽ എക്സിൽ കുറിപ്പ് പങ്കുവച്ച BJP IT സെൽ മേധാവി അമിത് മാളവയ്ക്കെതിരെയുള്ള FIRഉം ജസ്റ്റിസ് S ശ്രീമതി റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട് പ്രോഗ്രസീവ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച സനാതൻ അബോളിഷൻ കോൺഫറൻസ് എന്ന കോൺഫറൻസിൽ 2023 സെപ്റ്റംബർ 2 ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായിരുന്നത്. സനാതന ധർമ്മവും ഡെങ്കിപ്പനി, മലേറിയ, COVID-19 തുടങ്ങിയ രോഗങ്ങളും തമ്മിൽ സാമ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ ഉദയനിധി ചില കാര്യങ്ങളെ ചെറുക്കാൻ കഴിയില്ലെന്നും അവ ഉന്മൂലനം ചെയ്യണമെന്നും പറയുകയായിരുന്നു. ഉന്മൂലനം എന്ന അർത്ഥം വരുന്ന സനാതന ഒഴിപ്പ് എന്ന തമിഴ് പദപ്രയോഗവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിന് പിന്നാലെയാണ് BJPയും സംഘപരിവാർ സംഘടനകളും ഉദയനിധിക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജനവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താൻ ലക്ഷ്യമിട്ട് ഉദയനിധിയുടെ പ്രസംഗം മാളവ്യ വളച്ചൊടിച്ചുവെന്ന് ആരോപിക്കുന്ന പരാതിയിലാണ് തമിഴ്നാട് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 153A അഥവാ വിദ്വേഷ പ്രസംഗം, 505 അഥവാ പരസ്യക്കുഴപ്പമുണ്ടാക്കുന്ന പ്രസ്താവനകൾ എന്നിവ പ്രകാരം ഉള്ള കുറ്റങ്ങൾ ചുമത്തുന്നതായിരുന്നു FIR. ഈ FIR ആണ് കോടതി റദ്ദാക്കിയിരിക്കുന്നത്. മന്ത്രി വിദ്വേഷ പ്രസംഗം നടത്തുമ്പോൾ അതിനെതിരെയുള്ള എതിർപ്പ് കുറ്റകരമായി കണക്കാക്കാനാവില്ലെന്നും മധുര ബെഞ്ച് നിരീക്ഷിച്ചിട്ടുണ്ട്. ഉദയനിധിയുടെ വാക്കുകളുടെ ഇഴകീറി പരിശോധിച്ച് സാഹചര്യവും സന്ദർഭവും പ്രായോഗിക അർത്ഥവും ഒക്കെ പരാമർശിക്കുന്നതാണ് വിധി. രാജ്യത്തെ നീതിന്യായ സംവിധാനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആവണം. എല്ലായ്പ്പോഴും എല്ലാ സാഹചര്യത്തിലും അതങ്ങനെ തന്നെ ആകുമ്പോഴാണ് പൗരന് ആ വ്യവസ്ഥയിലുള്ള വിശ്വാസമുണ്ടാകൂ. അതങ്ങനെ തന്നെ ആവുകയും വേണം. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് പോകാനുള്ളത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഉച്ചകോടിയിൽ ഗ്രീൻലാൻഡ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ അമേരിക്കയുടെ നിലവിലെ വിദേശ നയത്തെ പരോക്ഷമായി വിമർശിച്ചും സ്വയം ബദലായി ഉയർത്തിക്കാട്ടിയും ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപിൻ്റെ പ്രസംഗത്തിന് മണിക്കൂറുകൾക്ക് പിന്നാലെ വേദിയിലെത്തിയ ചൈനീസ് ഉപപ്രധാനമന്ത്രി ഹേ ലെഫാങ് ലോകത്തെ ഒരു സമൂഹമായി അഭിസംബോധന ചെയ്ത് ഉഭയകക്ഷി വ്യാപാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ, വ്യാവസായിക, സാമ്പത്തിക സമൂഹങ്ങളെ ഒന്നിച്ചെത്തിക്കുന്ന വേദിയാണ് ലോക സാമ്പത്തിക ഉച്ചകോടി. മിക്ക ലോകരാജ്യങ്ങളുടെയും നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കയുടെ വിദേശ നയത്തിൽ നാറ്റോ സഖ്യകക്ഷിയായ യൂറോപ്യൻ രാജ്യങ്ങളടക്കം പരസ്യമായ ആശങ്ക പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തവണത്തെ ഉച്ചകോടി നടക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ലോകത്ത് മുൻപുണ്ടായിരുന്ന ക്രമത്തിലേക്ക് ഇനി മടക്കമില്ല എന്നായിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ വാക്കുകൾ. ലോക സാമ്പത്തിക ഉച്ചകോടിയിലും ഗ്രീൻലാൻഡിനും നാറ്റോ സഖ്യത്തിനുമുള്ള പിന്തുണ കാനഡ ആവർത്തിക്കുകയും ചെയ്തു. ഗ്രീൻലാൻഡ് പിന്നാലെ കാനഡയും ട്രംപ് ഭരണകൂടം ലക്ഷ്യമിടുന്നു എന്ന വാർത്തകൾക്കിടെയാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ
നിലപാടുകളെ കാർണി രൂക്ഷമായി വിമർശിക്കുന്നത് എന്നുകൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം ഒരു വശത്ത് വിഭജനവും താരിഫ് ഭീഷണിയും അടക്കം നടപടികളുമായി മുന്നോട്ട് പോകുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ലോകത്തെ പ്രതിപക്ഷമായി സ്വയം ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ചൈനയുടെ ശ്രമത്തിനും ഇക്കുറി ദാവോസ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഞങ്ങൾ സമവായവും ഐക്യദാർഢ്യവും വിഭജനത്തിനും ഏറ്റുമുട്ടലിനും മേലുള്ള സഹകരണവും ഉയർത്തിപ്പിടിക്കുകയും ലോകത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾക്ക് ചൈനയുടെ പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്നായിരുന്നു ഹേ ലെഫാങ്ങിൻ്റെ വാക്കുകൾ. യുഎസും സഖ്യകക്ഷികളും അന്യായമായ ആധിപത്യം പുലർത്തുന്ന ഒരു ലോകക്രമം പുനർനിർമ്മിക്കണമെന്ന ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങിൻ്റെ ആഹ്വാനത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അന്താരാഷ്ട്ര തലത്തിൽ മങ്ങലേൽക്കുകയും വിദേശനയം സഖ്യകക്ഷികളിൽ നിന്ന് പോലും എതിർപ്പിന് കാരണമാകുകയും ചെയ്യുമ്പോൾ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുമായി മുന്നോട്ട് പോകാൻ പറ്റിയ അവസരമാണിതെന്നാണ് ചൈന കണക്കുകൂട്ടുന്നതെന്ന് വ്യക്തം.